ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ 20,124 പേരെ അറസ്റ്റ് ചെയ്തു. നവംബർ 7-നും 13-നും ഇടയിലുള്ള കാലയളവിലാണ് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത റെയ്ഡിനിടെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അറസ്റ്റിലായവരിൽ 11,607 പേർ റെസിഡൻസി നിയമം ലംഘിച്ചവരും 5,225 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,232 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവർ 1,401 പേരാണ്. ഇവരിൽ 39% യമൻ പൗരന്മാരും 60% എത്യോപ്യൻ പൗരന്മാരും 1% മറ്റ് രാജ്യക്കാരുമാണ്. 98 പേർ നിയമവിരുദ്ധമായി രാജ്യം വിട്ടുപോകാനുള്ള ശ്രമത്തിനിടയിലും പിടിയിലായി. നിയമലംഘകരെ കടത്തിക്കൊണ്ടുവരികയോ സഹായം നൽകുകയോ ജോലി ചെയ്യുകയോ ചെയ്തതിന് 6 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 18,508 പുരുഷന്മാരും 2,759 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 21,267 പ്രവാസികളാണ് പിടിയിലായത്. മൊത്തം 13,354 നിയമലംഘകരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അവരുടെ രാജ്യങ്ങളിലെ നയതന്ത്ര ഓഫീസുകളിലേക്ക് റഫർ ചെയ്തു. 3,096 നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കി നടപടികൾ നീക്കാനും റഫർ ചെയ്തു. അതേസമയം 10,458 നിയമലംഘകരെയാണ് നാടുകടത്തിയത്. രാജ്യത്തേക്കുള്ള നിയമവിരുദ്ധമായ പ്രവേശനത്തിന് സൗകര്യമൊരുക്കുകയോ എത്തിക്കുകയോ ചെയ്യുന്ന അവർക്ക് സഹായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവനമോ നൽകുന്ന ഏതൊരു വ്യക്തിക്കും 15 വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 1 ദശലക്ഷം റിയാൽ വരെയാണ് പിഴ ലഭിക്കുക. ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും അഭയം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളും അധികൃതർ കണ്ടുകെട്ടും. അതേസമയം ഏതെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടാൽ മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിൽ 999 അല്ലെങ്കിൽ 996 എന്നീ നമ്പറുകളിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആദം തുംറൈത്ത് റോഡിന്റെയും ജബൽ ഷംസ് റോഡിന്റെയും ഭാഗങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് ടെൻഡർ ബോർഡ് ജനറൽ സെക്രട്ടേറിയറ്റ് 278 ദശലക്ഷം ഒമാനി റിയാലിന്റെ കരാർ നൽകി. ആദം തുംറൈത്ത് റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതി 2025 തുടക്കത്തിൽ ആരംഭിക്കും. 36 മാസത്തെ കാലയളവാണ് പദ്ധതി പൂർത്തീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. സുരക്ഷയും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരട്ടപ്പാതയായി വികസിപ്പിക്കും. ആദം തുംറൈത്ത് റോഡിന്റെ 3ാം ഘട്ടം 132.5 കിലോമീറ്റർ നീളത്തിൽ ഹൈമയെ മക്ഷാനുമായി ബന്ധിപ്പിക്കും. കൂടാതെ പാലങ്ങളുടെ നിർമ്മാണം, ട്രക്ക് വെയിറ്റ് സ്റ്റേഷനുകൾ, നിരവധി ഡ്രെയിനേജ് സംവിധാനങ്ങൾ തുടങ്ങിയവ വിപുലമാക്കും. 4ാം ഘട്ടം മക്ഷാൻ മുതൽ ദുഃഖം വരെ 135 കിലോമീറ്ററും 5ാമത്തേതും അവസാനത്തേതുമായ ഘട്ടം 132 കിലോമീറ്ററിലധികം വ്യാപിപ്പിച്ച് ദുഃഖയെ തുംറൈറ്റുമായി ബന്ധിപ്പിക്കും. ഈ പദ്ധതി എഞ്ചിനീയർ, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാരം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പുതിയ അവസരങ്ങളുണ്ടാക്കുമെന്ന് റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഡയറക്ടർ ജനറൽ യൂസഫിൻ അബ്ദുള്ള അൽ മുജൈനി കൂട്ടിച്ചേർത്തു. ദുബൈയിൽ 24 മണിക്കൂറിനുള്ളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി 26 വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. അൽ ഖവാനേജ് ഏരിയയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയേറെ വാഹനങ്ങൾ പിടിച്ചത്. വലിയ ശബ്ദവും ശല്യവും ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനത്തിൽ നിയമവിരുദ്ധമായ മാറ്റങ്ങൾ വരുത്തിയതിനും അനുവദനീയമല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയതിനും 23 4 വീലറുകളും 3 മോട്ടോർ ബൈക്കുകളും ദുബൈ പോലീസ് പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു. നിയമം ലംഘിച്ചവർക്കെതിരെ 24 ട്രാഫിക് പിഴകൾ പുറപ്പെടുവിച്ചതായി ദുബൈ പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മേജർ വ്യക്തമാക്കി. പിടിച്ചെടുത്ത വാഹനം വിട്ടുകെട്ടുന്നതിനുള്ള 10,000 ദിർഹം വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഞ്ചിൻ സ്പീഡ് വർദ്ധിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ താമസിക്കുന്നവർക്ക് അപകടവും ശബ്ദവും ശല്യവും ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ വാഹനത്തിൽ സജ്ജീകരിക്കുന്നതിനെതിരെ അദ്ദേഹം വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകി. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും പൊതുസുരക്ഷയും അപകടപ്പെടുത്തുന്ന രീതിയിൽ അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിക്കുന്നതിനെതിരെയും അദ്ദേഹം ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി.
വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങൾ വഴി വൻതോതിൽ മയക്കുമരുന്നുകൾ രാജ്യത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികൾ മയക്കുമരുന്ന് വേട്ടയ്ക്കിടയിൽ പിടിയിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 3 സർക്കാർ ഏജൻസികളിലെ ജീവനക്കാർ ഉൾപ്പെടുന്ന 9 അംഗ മയക്കുമരുന്ന് കടത്ത് സംഘമാണ് അറസ്റ്റിലായത്. സൗദിയിലെ അൽ ജൗഫ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിൽ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ ശൃംഖല തകർക്കാൻ കഴിഞ്ഞതായി മന്ത്രാലയത്തിലെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇവരിൽ നിന്നും വലിയ അളവിൽ മയക്കുമരുന്നും പിടിച്ചെടുത്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് മൊത്തം 9 സൗദി പൗരന്മാരാണ് അറസ്റ്റിലായത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ജീവനക്കാരൻ, സകാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയിലെ 4 ജീവനക്കാർ, സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയിലെ ഒരു ജീവനക്കാരൻ എന്നിവരും ഇവരിൽ ഉൾപ്പെടുന്നു. ഈ സംഘത്തിന്റെ ഭാഗമായിരുന്നവർ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്നും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കണ്ടെത്തിയതായി അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമിത വേഗതയിൽ കാറോടിച്ച 13-കാരന് അപകടത്തിൽ ദാരുണാന്ത്യം. ഷാർജയിലെ മലിഹ റോഡിലാണ് നാടിനെ നടുക്കിയ അപകടം റിപ്പോർട്ട് ചെയ്തത്. കുട്ടി ഓടിച്ച കാർ അമിത വേഗത്തെ തുടർന്ന് കീഴ്മേൽ മറിയുകയായിരുന്നുവെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. അമിത വേഗത്തെ തുടർന്ന് കുട്ടിക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഷാർജ പോലീസ് ഓപ്പറേഷൻസ് റൂമിലേക്ക് അപകടത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ എമർജൻസി റെസ്ക്യൂ ടീം സംഭവസ്ഥലത്തെത്തിയെങ്കിലും അപ്പോഴേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു. തുടർ നടപടികൾക്കായി മൃതദേഹം അൽ ദെയ്ദ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഷാർജ പോലീസ് വ്യക്തമാക്കി. ഡ്രൈവിംഗ് പ്രായം തികയാത്തവർ വാഹനമോടിക്കുന്നത് അപകടകരമാണെന്നും ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നതായി പോലീസ് പറഞ്ഞു. സാധുവായ ലൈസൻസില്ലാതെ കുട്ടികളെ വാഹനമോടിക്കാൻ അനുവദിക്കുന്നതിനെതിരെ UAE പോലീസ് മാതാപിതാക്കൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും ഷാർജ പോലീസ് ആഹ്വാനം ചെയ്തു. UAEയിൽ വാഹനമോടിക്കാനുള്ള കുറഞ്ഞ പ്രായം 17 കുറച്ചുകൊണ്ട് UAE സർക്കാർ കഴിഞ്ഞ മാസം ട്രാഫിക് നിയമം ഭേദഗതി ചെയ്തിരുന്നു. നേരത്തെ 18 വയസ്സ് പ്രായമുള്ളവർക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമായിരുന്നുള്ളൂ. അതിനിടെ ഷാർജയിലെ എമിറേറ്റ്സ് റോഡിൽ 5ഉം 7ഉം വയസ്സുള്ള 2 എമിറാത്തി സഹോദരങ്ങളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണക്കാരനായ സ്വദേശി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. നവംബർ 8 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു മരണത്തിനിടയാക്കിയ അപകടം നടന്നത്. 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നതായി ഷാർജ പോലീസ് വ്യക്തമാക്കി. എമിറേറ്റ്സ് റോഡിൽ അൽബദിയ പാലത്തിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. സീറോ ബ്യൂറോക്രസി എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്ന തൊഴിൽ സേവനങ്ങൾ ഓട്ടോമേറ്റഡ് രീതിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. വർക്ക് പെർമിറ്റ് പുതുക്കൽ, അത് റദ്ദാക്കൽ തുടങ്ങിയ സേവനങ്ങളാണ് പുതുതായി ഓട്ടോമേറ്റഡ് രീതിയിലേക്ക് മാറ്റിയവയിൽ പ്രധാനം. ഇതോടെ ഇവ രണ്ടിനുമുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാകും. അതേസമയം വർക്ക് പെർമിറ്റ് പുതുക്കലാണ് ഓട്ടോമേറ്റഡ് ചെയ്ത സേവനങ്ങളിലൊന്ന്. ഈ പ്രക്രിയയ്ക്ക് മുമ്പ് നേരിട്ട് മന്ത്രാലയം ഓഫീസ് സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല.